അപ്പോ ഇന്നത്തെ വീഡിയോയില് FC ബാഴ്സലോണയ്ക്കെതിരെ റിയൽ മാഡ്രിഡ് നേടിയ ഈ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗോളാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം 2025 സൂപ്പർ കോപ്പയുടെ ഫൈനലിലൊരു മത്സരമാണ്. FC ബാഴ്സലോണയുടെ ഒരു കോർണർ കിക്കാണ് അത് എടുക്കുന്നത്. ഇവിടെ റാഫീന ഒരു കളിയുടെ ഏകദേശം 6 സെക്കൻഡ് കൊണ്ടാണ് റിയൽ മാഡ്രിഡ് ഇതൊരു ഗോളാക്കി മാറ്റുന്നത് എന്നാണ്ടോ. അപ്പോ ഇവിടെ FC ബാഴ്സലോണയുടെ കോർണർ റാഫീന എടുക്കുന്നു. റാഫിന ഒരു പന്ത് അവിടെ ഹെഡ് ചെയ്ത് നേരെ വരുന്നത് നമ്മുടെ വിനീഷ്യസിന്റെ കയ്യിലാണ്. വിനീഷ്യസിന് കിട്ടുമ്പോൾ ഇവിടെ എംബാപ്പയുടെ പൊസിഷൻ നോക്കാം. എംബാപ്പയും ആ ഒരു കോർണർ അറ്റാക്കിന് ആള് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ വിനീഷ്യസ് പന്ത് കിട്ടുന്ന ഒരു ഫസ്റ്റ് ടച്ചിൽ തന്നെ ആളെന്താണ് ഫസ്റ്റ് ഓപ്പോണന്റിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ എംബാപ്പെ ഇവിടെ ഫ്രീ ആണ്. വിനീഷ്യസിലാണ് ഇവിടെ എല്ലാ ഡിഫൻഡേഴ്സിന്റെയും ശ്രദ്ധ. ഇവിടെ ആ ഒരു വിനീഷ്യസ് പന്ത് കൊണ്ട് നല്ലൊരു പാസ് എംബാപ്പയ്ക്ക് വെച്ചു കൊടുക്കുന്നു. ഇനി ഇവിടെ സത്യം പറഞ്ഞാൽ 2 vs 2 സിറ്റുവേഷൻ ആണ്. അതായത് 2 ഡിഫൻഡേഴ്സും അതുപോലെ തന്നെ 2 അറ്റാക്കേഴ്സും ഇതിൽ എംബാപ്പ റൺ എടുക്കുന്നു. 2 ഡിഫൻഡേഴ്സ് അവിടെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ടീമിന്. ഇവിടെ വിനീഷ്യസ് ഒരു റൺ എടുക്കുന്നുണ്ട് അവിടെ എംബാപ്പയ്ക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് വിനീഷ്യസ് പോയ ഉടനെ തന്നെ ആ ഒരു പ്ലെയർ ബാഴ്സലോണയുടെ ഡിഫൻഡർ ബാക്ക്വേർഡ് പൊസിഷനിലേക്ക് വരുന്നുണ്ട്. കാരണം ബാഴ്സലോണ ഫോളോ ചെയ്യുന്നത് നമ്മളെ ഹൈലൈൻ ഡിഫൻസ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ എംബാപ്പ ഈ ഒരു ഡിഫൻഡറിനെ 1 vs 1 സിറ്റുവേഷനിൽ കറക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് ഒരു 10 സെക്കൻഡിൽ എംബാപ്പയ്ക്ക് അനുകൂലമായ ഒരു ടച്ച് എടുക്കുന്ന ആളെ ഒരു ഒന്നും കൂടി നീക്കിയിട്ട് ഷെസ്നിയുടെ സിമ്പിൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഇതാണ് റിയൽ മാഡ്രിഡിന്റെ കൗണ്ടർ അറ്റാക്ക് ഗോളുകൾ നമ്മുടെ ഇന്നത്തെ ഫുട്ബോളിലും അതുപോലെ തന്നെ ഹോസെ മൊറീനോയുടെ കാലത്തിലെ ഫുട്ബോളിലും രണ്ടും സെയിം ആണെന്നുള്ളതാണ്. കാരണം റിയൽ മാഡ്രിഡ് കൗണ്ടർ അറ്റാക്ക് ഫുട്ബോളിലെ രാജാക്കന്മാരാണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഗോളുകൾ നമ്മൾ അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഏതായാലും താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.